ഹലോ. അപ്പിന്നേ അമ്പലത്തിൽ പോയിട്ട് വരാന്ന് വെച്ചിട്ടാ. നാട്ടിലേക്ക് വരുമ്പോൾ സ്ഥിരമുള്ള ഏർപ്പാടാണേ. അമ്പലത്തിക്ക് പോയേ പറ്റുള്ളൂ എന്ന് അമ്മ മുന്നേ അറിയിച്ചോണ്ടേ നാട്ടിലേക്ക് വരുമ്പോഴേ ചുരിദാർ എടുത്തിട്ടാട്ടാ വന്നേക്കുന്നത്. എപ്പോൾ നാട്ടിലേക്ക് വന്നാലും 2 ടീഷർട്ടും 2 പാൻറ്റും മാത്രം എടുത്തിട്ട് വരാറുള്ളൂട്ടാ. ഇപ്രാവശ്യം ആദ്യമായിട്ടാ ചുരിദാർ സെറ്റ് കൂടി എടുത്തിട്ട് വരുന്നത്. അല്ലെങ്കിലും പോരാളിയുടെ കൽപ്പനയല്ലേ, ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. ചോറ് പിന്നെ കിട്ടില്ലാന്നേ. അമ്പലത്തിൽ പോണേന് മുന്നേ ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ ഓട്ടോയിലാട്ട് അമ്പലത്തിൽ പോണേ. ഞാൻ ജനിക്കുമ്പോഴേ വീട്ടിലൊരു 3 ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് അത് പോയിന്നേ. പിന്നെ ഒരു രാത്രിക്ക് ഒരു പകലുണ്ടാവുന്നല്ലേ, ആ പകലിന് വേണ്ടിയുള്ള കാത്തിരിപ്പ ഇപ്പോഴും. ഭയങ്കര ചൂടാട്ടോ അവിടെ. ഈ ചൂട്ടത്ത് കാറ്റടിക്കുമ്പോണ്ടല്ലോ ഒരാശ്വാസാട്ടാ. അങ്ങനെ അമ്പലത്തിട്ടാ അവണേങ്ങാട്ടിക്കാട്ടാ വന്നിക്കുന്നേ. അപ്പം എങ്ങനെയാ പരാതിപ്പെട്ടി അയച്ചു തുടങ്ങിയല്ലോ. പക്ഷെ ഇപ്രാവശ്യം പരാതി പറയാനൊന്നും നിന്നില്ല കേട്ടാ. കാരണം ഓൾറെഡി അവിടെ നിറയെ പേരുണ്ടായിരുന്നു, ജനപ്രവാഹമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇനി എൻ്റെയും കൂടെ പരാതി കേട്ടിട്ട് എന്തിനാ കഷ്ടപ്പെടുത്തുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാനില്ല കേട്ടാ. ചുമ്മാ പറഞ്ഞാട്ടാ. സത്യം പറഞ്ഞാണ്ടല്ല, ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ പറയാനുള്ളതൊക്കെ മറന്നുപോയി. അതണ്ടേ. ഇനി എഴുതി വെച്ചിട്ട് വരണം, അപ്പം മറക്കില്ലല്ലോ. അങ്ങനെ തൊഴുതും കഴിഞ്ഞ് പ്രസാദം മേടിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വന്നുട്ടാ. അകത്ത് നല്ല ക്രൗഡാണേലുണ്ടല്ലോ, പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആട്ടാ. കാറ്റിൻ്റെ ശബ്ദം പോലും അത്ര നന്നായിട്ട് കേൾക്കാട്ടാ. എനിക്കെന്താണെന്നറിയില്ല കേട്ടാ, കാറ്റ് പോലും പരാതി പറയുന്ന പോലെ തോന്നിയത്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടേ അമ്മ പറയാ, ഇതാ ആൾക്കാർ വരുന്നു, വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പം എങ്ങനെയാ തെറിച്ചലാ. ബൈ.